സ്വന്തം മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതറിഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളും മാനസികമായി തകർന്നു പോകും. പോലീസിൽ പരാതിപ്പെട്ടിട്ട് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും? ആന്ധ്രയിൽ 12 വയസ്സുള്ള മകളെ ലൈംഗികമായി പീഡിപ്പിച്ച ആളോട് ഒരു പിതാവ് ചെയ്ത കാര്യമറിഞ്ഞാൽ ആരും അയാളെ കുറ്റപ്പെടുത്തില്ല. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ബന്ധുവിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടും പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇതോടെ മകളുടെ ജീവിതം തകർത്തയാളോട് പ്രതികാരം ചെയ്യാൻ പിതാവ് ഗൾഫിൽ നിന്നും പറന്നെത്തി. പ്രതിയെ കൊലപ്പെടുത്തിയ ശേഷം അന്ന് വൈകിട്ട് തന്നെ വിദേശത്തേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീട് കുറ്റം ഏറ്റുപറഞ്ഞ് ഇയാൾ പോസ്റ്റ് ചെയ്ത സെൽഫി വീഡിയോ വഴിയാണ് കൊലപാതക വിവരം പുറം ലോകം അറിഞ്ഞത്. കൊലപാതക കേസ് അന്വേഷിച്ച പോലീസിന് ആദ്യഘട്ടത്തിൽ തുമ്പൊന്നും കിട്ടിയില്ല. എന്നാൽ കൊലപാതകം നടത്തിയെന്ന് കരുതുന്നയാൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം ഏറ്റുപറഞ്ഞതോടെയാണ് വിവരം പുറത്തറിയുന്നത്. 15 വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയ വ്യക്തിയും ഭാര്യയും മകളും കുവൈത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അയാൾ മകളെ നാട്ടിലുള്ള ഭാര്യയുടെ മാതാപിതാക്കളുടെ അടുത്താക്കുകയും മകളുടെ ചെലവുകൾക്കുള്ള പണം ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഭാര്യ മാതാവിനെയും അദ്ദേഹം വിദേശത്തേക്ക് കൊണ്ടുപോയി. ഭാര്യയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില മോശമായതിനെ തുടർന്നായിരുന്നു ഇത്. ഇതോടെ 12കാരിയുടെ സംരക്ഷണ ചുമതല ഭാര്യയുടെ ഇളയ സഹോദരിയെ ഏൽപ്പിച്ചു. ആദ്യമൊക്കെ കുട്ടിയെ നന്നായി നോക്കിയിരുന്ന ഭാര്യ സഹോദരിയുടെ കുടുംബം പിന്നീട് അതിന് വിസമ്മതം അറിയിച്ചു. ഇതോടെ ഭാര്യ മാതാവ് നാട്ടിലേക്ക് തിരിച്ചെത്തി. ഇതോടെയാണ് ഇവരുടെ ബന്ധു കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതായി മുത്തച്ഛി തിരിച്ചറിയുന്നത്. ഇതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നീക്കങ്ങൾ ഉണ്ടായില്ല. പോലീസ് അക്രമിയെ താക്കീത് ചെയ്ത് വിട്ടയച്ചുവെന്നും പരാതിക്കാരെ ശകാരിച്ച് മടക്കി അയച്ചുവെന്നുമാണ് വിവരം. ഇതോടെയാണ് മകളോട് അതിക്രമം കാട്ടിയവരോട് പ്രതികാരം ചെയ്യാൻ പിതാവ് തീരുമാനിക്കുന്നത്. കുവൈത്തിൽ നിന്നെത്തിയ പിതാവ് ആന്ധ്രയിലെത്തുകയും ഇരുമ്പ് ദണ്ടുകൊണ്ട് മർദ്ദിച്ച് ആരോപണ വിധേയനായ ബന്ധുവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലയ്ക്ക് ശേഷം അന്ന് തന്നെ വിദേശത്തേക്ക് മടങ്ങി. യൂട്യൂബ് ചാനലിലൂടെയുള്ള പ്രതിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതിയെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളും പോലീസ് സജീവമാക്കി. ന്യൂസ് 18 ഹൈദരാബാദ്.